പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, ആത്മനിറവിൻ്റെ നവയുഗം എന്ന പരമ്പരയിലെ 6ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ സാഹചര്യത്തിൽ നാം ചിന്തിക്കുമ്പോൾ ആത്മനിറവിൻ്റെ ഒരു നവയുഗം ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പരിശ്രമിക്കാനും അതനുസരിച്ച് ജീവിക്കാനും ദൈവത്തിൻ്റെ കരുണയിലും കൃപയിലും ആശ്രയിച്ചുകൊണ്ട് മാത്രമേ സാധിക്കൂ. നമുക്കെല്ലാവർക്കും അറിയാം ദൈവം കാരുണ്യവാനാണ്. പക്ഷെ എന്താണ് ഈ ദൈവം കാരുണ്യവാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, അതിൻ്റെ വിവിധ അർത്ഥ തലങ്ങൾ മനസ്സിലാക്കി ആ കരുണയ്ക്ക് നമ്മൾ അവകാശികളാവുകയും നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവരോട് കരുണ കാണിക്കുകയും ചെയ്യണം. യേശു തമ്പുരാൻ പറയുന്നത് പോലെ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. എന്താണ് ദൈവത്തിൻ്റെ കരുണ എന്നതാണ് ഈ എപ്പിസോഡിൽ നാം വിശദമായി മനസ്സിലാക്കാൻ പോകുന്നത്. കർത്താവ് കാരുണ്യവാനെന്നാണ് തന്നെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം നാം വായിക്കുന്നു: കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം, കോപിക്കുന്നതിൽ വിമുഖൻ, തെറ്റുകളും കുറ്റങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവൻ. ജോയൽ പ്രവാചകന്റെ പുസ്തകത്തിലും ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ച് അങ്ങിലേക്ക് തിരിയുവാൻ ദൈവം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. ജോയൽ പ്രവാചകനിലൂടെ കർത്താവ് നമ്മെ ഇപ്രകാരം ആഹ്വാനം ചെയ്യുന്നു: ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും നെടുവീർപ്പോടും വിലാപത്തോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരുവിൻ. എന്തെന്നാൽ അവിടുന്ന് ഉദാരമതിയും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ്. ശിക്ഷ പിൻവലിക്കാൻ അവിടുന്ന് സദാ സന്നദ്ധനാണ്. കരുണയോടെ നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും എല്ലാം ക്ഷമിച്ചുകൊണ്ട് നമ്മുടെ മേൽ വരാനിരിക്കുന്ന ശിക്ഷയെല്ലാം പിൻവലിക്കാൻ കർത്താവ് സദാ സന്നദ്ധനാണ്. കർത്താവ് കാരുണ്യവാനാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ദൈവകാരുണ്യത്തിന് 6 പ്രധാനപ്പെട്ട അർത്ഥതലങ്ങളുണ്ട്. ഒന്നാമതായി, കരുണ എന്നത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. അവിടുത്തെ സത്തയിൽ തന്നെയുള്ള അവിടുത്തെ സ്വഭാവ സവിശേഷതയാണ്. രണ്ടാമതായി, മനുഷ്യരോടുള്ള ദൈവത്തിൻ്റെ സമീപനമാണ് കരുണ. അവിടുന്ന് ദയയോടെ, ആർദ്രതയോടെ, അലിവോടെ നമ്മളോട് ഇടപെടുന്നു. ക്ഷമിക്കുന്ന സ്നേഹം. മൂന്നാമതായി, നമ്മുടെ തെറ്റുകൾക്കും കുറ്റങ്ങൾക്കും നാം അർഹിക്കുന്ന ശിക്ഷ നമ്മുടെ മേൽ വരുത്താതെ ശിക്ഷ ഇളവ് ചെയ്തു തരുന്ന ഒരു ദൈവം. ദൈവം കാരുണ്യവാനാണ്, ആർദ്ര ഹൃദയനാണ്. അതുകൊണ്ട് നമ്മൾ അർഹിക്കുന്ന ശിക്ഷ നമ്മുടെ മേൽ വരുത്തുകയില്ല. അവിടുന്ന് ശിക്ഷ ഇളവ് ചെയ്തു തരുന്നു. നാലാമതായി, കരുണ എന്നത് വരാനിരിക്കുന്ന ശിക്ഷാവിധിയിൽ നിന്ന് ദൈവം നമുക്ക് നൽകുന്ന മോചനം. വരാനിരിക്കുന്ന ശിക്ഷാവിധിയിൽ നിന്ന് ദൈവം നമുക്ക് നൽകുന്ന മോചനം. അഞ്ചാമതായി, ദൈവം നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും ക്ഷമിക്കുകയും ശിക്ഷ ഇളവ് ചെയ്തു തരികയും ചെയ്യുക മാത്രമല്ല, നമ്മുടെ തെറ്റുകൾക്കും കുറ്റങ്ങൾക്കും ദൈവം പരിഹാരം ചെയ്യുന്നു. അതാണ് ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ശ്രേഷ്ഠത. അവിടുന്ന് നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും ക്ഷമിക്കുകയും ശിക്ഷ ഇളവ് ചെയ്തു തരികയും നമ്മുടെ തെറ്റുകൾക്ക് അവിടുന്ന് പരിഹാരം ചെയ്യുന്നു. ആർദ്രവാനായ ദൈവം, ദയാലുവായ ദൈവം നമ്മുടെ ശിക്ഷ ഇളവ് ചെയ്ത് തന്നിട്ട് നമ്മുടെ തെറ്റുകൾക്കും കുറ്റങ്ങൾക്കും പരിഹാരമായി സ്വയം ശിക്ഷ ഏറ്റെടുക്കുന്നു. അതല്ലേ യഥാർത്ഥത്തിൽ യേശു തമ്പുരാന്റെ പീഡ സഹനവും കുരിശു മരണവും. അവിടുന്ന് നിർമ്മല കുഞ്ഞാടാണ്.
എന്നിട്ടും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി അവിടുന്ന് പീഡകൾ സഹിച്ചു കുരിശിൽ മരിച്ചു. ദൈവപിതാവ് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി തൻ്റെ പുത്രനെ തന്നു. നമ്മുടെ തെറ്റുകൾക്ക് അവിടുന്ന് പരിഹാരം ചെയ്തിട്ട് നമ്മെ കൃപ കൊണ്ട് പൊതിയുന്നു. നമ്മൾ അർഹിക്കാത്ത നിരവധിയായ കൃപകൾ നമ്മുടെ മേൽ വർഷിക്കുന്നു. ഇതാണ് ദൈവകാരുണ്യത്തിൻ്റെ വ്യത്യസ്ത അർത്ഥതലങ്ങൾ. അപ്പോൾ നമ്മൾ ദൈവകാരുണ്യത്തിൻ്റെ 6 അർത്ഥതലങ്ങളാണ് കണ്ടത്. ഒന്നാമതായി, കരുണ എന്നത് ദൈവത്തിൻ്റെ അസ്തിത്വത്തിൽ, സ്വഭാവത്തിൽ തന്നെയുള്ള സവിശേഷ ഗുണമാണ്. രണ്ടാമതായി, നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും ക്ഷമിച്ചുകൊണ്ട് നമ്മോട് ദയ കാണിക്കുന്ന, അലിവ് കാണിക്കുന്ന ദൈവം. മൂന്നാമതായി, നമ്മുടെ തെറ്റുകൾക്കും കുറ്റങ്ങൾക്കും നാം അർഹിക്കുന്ന ശിക്ഷ തരാതെ ശിക്ഷ ഇളവ് ചെയ്തു തരുന്നു. നാലാമതായി, വരാനിരിക്കുന്ന ശിക്ഷാവിധിയിൽ നിന്ന് നമുക്ക് മോചനം നൽകുന്നു. അഞ്ചാമതായി, അവിടുന്ന് നമ്മുടെ ശിക്ഷ ഇളവ് ചെയ്തു തരികയും അവിടുന്ന് നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും ക്ഷമിക്കുകയും ശിക്ഷ ഇളവ് ചെയ്തു തരികയും മാത്രമല്ല, നമ്മുടെ തെറ്റുകൾക്കും കുറ്റങ്ങൾക്കും അവിടുന്ന് പരിഹാരം ചെയ്യുന്നു. അവിടുന്ന് ഏറ്റെടുക്കുന്നു നമ്മുടെ പാപം. ആറാമതായി, നമ്മൾ അർഹിക്കുന്ന ശിക്ഷ നമുക്ക് തരാതെ നമ്മൾ അർഹിക്കാത്ത കൃപകൾ കൊണ്ട് നമ്മളെ നിറയ്ക്കുന്നു. ഈ 6 അർത്ഥതലങ്ങളാണ് ദൈവകാരുണ്യത്തിനുള്ളത്. അപ്പോൾ കർത്താവ് കാരുണ്യവാനാണ് എന്ന് പറയുമ്പോൾ ഈ അർത്ഥതലങ്ങളെല്ലാം മനസ്സിലാക്കണം. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിനെന്ന് യേശു തൻ്റെ ശിഷ്യരോട് നമ്മോട് പറയുമ്പോൾ അതർത്ഥമാക്കുന്നത് ദൈവകാരുണ്യത്തിൻ്റെ ഈ 6 അർത്ഥതലങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ടനുഭവിക്കണം. അപ്പോൾ കർത്താവ് കരുണയോടെ സമൃദ്ധമായ കൃപ നമ്മുടെ മേൽ ചൊരിയും. സങ്കീർത്തകൻ പറയുന്നത് കർത്താവിൻ്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കും എന്നാണ്. സങ്കീർത്തനം 103:17. ഭൂമിക്കുമേൽ ഉയർന്നിരിക്കുന്ന ആകാശം പോലെ ഉന്നതമാണ് തൻ്റെ ഭക്തരുടെ മേൽ അവിടുന്ന് കാണിക്കുന്ന കാരുണ്യം. സങ്കീർത്തനം 103:11. പിതാവിന് മക്കളോടെന്ന പോലെ കർത്താവിന് തൻ്റെ ഭക്തരോട് അലിവ് തോന്നുന്നു. സങ്കീർത്തനം 103:13. അവിടുത്തെ കാരുണ്യം അനന്തമാണെന്ന് 136-ാം സങ്കീർത്തനത്തിൽ ആവർത്തിച്ച് പറയുന്നു. യഥാർത്ഥത്തിൽ യേശുവാണ് ദൈവത്തിൻ്റെ കരുണ. യേശുവിലൂടെയാണ് നമുക്ക് ദൈവത്തിൻ്റെ കരുണ അതിൻ്റെ പൂർണ്ണതയിൽ ലഭ്യമാകുന്നത്. ഈ കരുണ നമ്മൾ സ്വന്തമാക്കണം. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും എന്നാണല്ലോ സുവിശേഷ ഭാഗ്യങ്ങളിൽ നമ്മുടെ കർത്താവ് നമ്മോട് പറയുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ ആവർത്തിച്ചു പറയുന്നുണ്ട് കർത്താവ് കാരുണ്യവാനാണെന്ന്. റോമർക്കെഴുതിയ ലേഖനം 2:4 പറയുന്നു, നമ്മെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യമെന്ന്. ദൈവത്തിൻ്റെ കരുണയ്ക്ക് അർഹരാകണമെങ്കിൽ അനുതാപമുള്ളവരാകണം. നാം തെറ്റിൽ വീണുപോയാൽ പോലും അനുതപിച്ച് ദൈവത്തിലേക്ക് തിരിയുകയാണെങ്കിൽ ദൈവം കരുണയോടെ നമ്മെ കൈക്കൊള്ളും. ഇത് നമുക്ക് വലിയ പ്രത്യാശ തരുന്ന കാര്യമാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, പാപി മരിക്കുന്നതിലല്ല, ദുഷ്ടൻ മരിക്കുന്നതിലല്ല, ദുർമാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ജീവിക്കുന്നതിലാണ് എനിക്ക് സന്തോഷമെന്ന് കർത്താവ് ആവർത്തിച്ചു പറയുന്നു. യെസെക്കിയേലിന്റെ പുസ്തകം 18-ാം അധ്യായം 31-32 വാക്യങ്ങൾ, 33-ാം അധ്യായം 11-12 വാക്യങ്ങൾ. ഇത് നമുക്ക് വലിയ പ്രത്യാശ നൽകുന്ന കാര്യമാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും ഏറ്റുവാങ്ങി ആ കരുണ അനുഭവിച്ചറിഞ്ഞ് നമുക്ക് ആ സ്വഭാവം സ്വന്തമാക്കാം. പ്രാർത്ഥനാപൂർവം തമ്പുരാന്റെ തിരുമുൻപിലിരുന്ന് ധ്യാനിച്ച് നമുക്ക് സ്വന്തമാക്കാൻ ശ്രമിക്കാം. അങ്ങനെ ദൈവത്തിൻ്റെ കരുണയ്ക്ക് അർഹരാകാം. കരുണ അനേകർക്ക് ഒഴുക്കിക്കൊടുക്കാം. ദൈവം കരുണയോടെ നമ്മെ
ആത്മനിറവിൻ്റെ ഒരു നവയുഗത്തിലേക്ക് കൈപിടിച്ച് നയിക്കട്ടെ. ഇന്നത്തെ സാഹചര്യങ്ങൾ എന്ത് തന്നെയായാലും അതിനെല്ലാം ഓവർകം ചെയ്യാൻ, തരണം ചെയ്യാൻ ദൈവം ശക്തിയുള്ളവനാണ്. അവൻ ശക്തനാണ്. ആ ദൈവത്തിൻ്റെ കരുണയിലും സ്നേഹത്തിലും ആശ്രയിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകുമെങ്കിൽ തീർച്ചയായും നമുക്ക് ആത്മനിറവിൻ്റെ ഒരു നവയുഗത്തിലേക്ക് വളരാൻ സാധിക്കും. സർവശക്തൻ അതിനായി നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ.